കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അവനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യർ തിന്നു കുടിച്ച് നടക്കുന്നു. യേശു അവരോട് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചേർത്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകളും നമുക്ക് തരുന്ന ഏറ്റവും കാതലായ സന്ദേശം യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആദ്യ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിലെ പറയാണ്, ഞങ്ങൾ കാര്യസ്ഥരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വസ്തത കൂടിയേ തീരും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് പൗലോസ് പറയാണ്, യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ നമുക്ക് വേണ്ടത് വിശ്വസ്തതയാണ്. ദൈവത്തോട് പൂർണ്ണമായ വിശ്വസ്തത പുലർത്തുന്നവനാണ് യഥാർത്ഥ ശിഷ്യനായിട്ടിരിക്കാൻ സാധിക്കുക. പിന്നീട് അങ്ങോട്ട് പൗലോസ് കൂട്ടിച്ചേർക്കുന്ന അതിനേക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പൗലോസ് പറയാണ്, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത്, പ്രത്യേകിച്ച് അവരുടെ മുൻവിധിക്ക്. ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുമ്പോൾ സുവിശേഷ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ കാണുന്നവരൊക്കെ വിധിക്കാൻ തുടങ്ങും, കുറ്റപ്പെടുത്താൻ തുടങ്ങും, പരിഹസിക്കാൻ തുടങ്ങും, കളിയാക്കാൻ തുടങ്ങും. ഇതൊന്നും ശ്രദ്ധിക്കാൻ പോരെന്നാണ്. ഇതൊന്നും ശ്രദ്ധിക്കരുത്. ഇത് ശ്രദ്ധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുക അസാധ്യമായിട്ട് വരും. അതുകൊണ്ട് പൗലോസിലെ പറയാണ്, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. എന്നിട്ട് പൗലോസ്, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ്? തൻ്റെ കുറിച്ചുള്ള ദൈവസ്വരം എന്താണ്? ദൈവം എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? കർത്താവ് എങ്ങനെയാണ് എന്നെ നോക്കി കാണുന്നത്? അതുകൊണ്ട് എൻ്റെ മനസാക്ഷിയിലേക്ക് ഞാൻ നോക്കുമ്പോൾ, മറ്റുള്ളവർ പറയുന്നതല്ല, എൻ്റെ മനസാക്ഷിയിലേക്ക് നോക്കുമ്പോഴുള്ള ദൈവസ്വരം എന്താണെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്നാണ് പൗലോസിലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയൊരു കാര്യമാണ്, കർത്താവിൻ്റെ പ്രശംസ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. മറ്റൊരു വാക്യം പറഞ്ഞാൽ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രശംസ, അംഗീകാരം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് ഒരു ആത്മീയ ജീവിതത്തിൽ വളരാനോ മുന്നോട്ട് പോകാനൊക്കെ അസാധ്യമായിട്ട് വരും. കാരണം മനുഷ്യൻ പറയുന്നത്, മനുഷ്യൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നത് എല്ലാം ദൈവസ്വരമായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ ദൈവസ്വരമല്ലാത്ത വിഷയങ്ങളുടെ മീതെ നമ്മൾ ദൈവസ്വരം കേട്ടെടുത്ത തീരുമാനങ്ങളെ മാറ്റാൻ തയ്യാറായാൽ യഥാർത്ഥ ശിഷ്യനായിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യർ പറയുന്ന വാക്കുകൾ, അവരുടെ മുൻവിധികൾ, അവരുടെ എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊന്നും എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ സ്വാധീനിക്കാൻ അനുവദിക്കരുത് എന്നാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശക്തമായ ഭാഷയിൽ പൗലോസ് പറയും, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞേ. മറ്റുള്ളവർ എന്നാ പറയും എന്നുള്ളത് എൻ്റെ വിഷയമല്ല. കൂടാതെ
ഞാൻ ആരെയും മുൻവിധിയോടെ ആരെയും നേരത്തെ വിധിക്കാനും പോകുന്നില്ല. ഇത് ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. എന്ത്? നമ്മൾ ആരെയും വിധിക്കരുത് എന്നുള്ളത്. കാരണം വിധിക്കുന്നവൻ ദൈവമാണ്. ഒരുവൻ്റെ ഇന്നലകളെ നോക്കി, ഒരുവൻ്റെ ഇന്നിനെ നോക്കി നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. കാരണം നാളെയിൽ അവൻ എന്തായി തീരും നമുക്കറിയില്ല. അടുത്ത നിമിഷം എന്നെക്കാളും വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരുപക്ഷെ അവന് പറ്റും. അടുത്ത സെക്കൻഡിൽ ആത്മീയ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ കരുത്തെടുക്കാൻ ഇന്ന് അങ്ങനെയല്ലാതെ ജീവിക്കുന്ന ഒരുവനും നാളെ സാധ്യമാണ്. അതുകൊണ്ട് ആരെയും വിധിക്കാതെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ജീവിതം. ഈ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻവിധിയോടെ പലരെ നോക്കിക്കാണുക. അവനിങ്ങനെയല്ലേ, അവളിങ്ങനെയല്ലേ, അവരുടെ സ്വഭാവം ഇങ്ങനെയല്ലേ, അവൻ ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നവരല്ലേ, അവനൊക്കെ എന്തായി തീരും നമുക്കറിയാലോ എന്നൊക്കെയുള്ള ചില മുൻവിധികളും ഒരു പരിഹാസ രൂപേണയുള്ള സംസാരങ്ങളൊക്കെ പലപ്പോഴും നമ്മളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ പടവുകൾ കയറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ഉപമകളിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുക. എന്താണ്? കർത്താവ് പറയാണ്, നമ്മൾ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തോൽക്കുടങ്ങളെ നമ്മൾ പുതുക്കി പണിയണം. ഇത് ശരിക്കും ഫരിസേയർക്ക് നിയമജ്ഞർക്കെതിരെ കർത്താവ് സംസാരിക്കുന്നതാണ്. അവര് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ പാരമ്പര്യങ്ങൾക്കും അപ്പുറമായിട്ട് പോകാനൊന്നും പുതിയതൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത്, അത് ഫരിസേയരുടെ ശിഷ്യരും യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യര് ഇങ്ങനെ തിന്നും കുടിച്ചൊക്കെ നടക്കുന്നത് എന്ന് ചോദിച്ചത്. അപ്പോൾ അതിന് കർത്താവ് ഉത്തരം പറഞ്ഞു തന്നെ. കർത്താവ് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാനാവുമോ എന്ന് പറഞ്ഞാൽ യേശുവിനോടൊത്തുള്ള പുതിയ നിയമ ജീവിതം യേശുവിനോടൊത്തുള്ള ഒരു സെലിബ്രേഷൻ, ആഘോഷത്തിന്റെ ജീവിതമാണ്. പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആത്മീയത എന്ന് പറഞ്ഞത് എപ്പോഴും കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയൊക്കെ ജീവിക്കുന്നതല്ല. യേശുവിനോടൊത്തുള്ള ആഘോഷ ജീവിതം ഏറ്റവും പരമോന്നതമായി ആഘോഷിക്കാനുള്ള ഒരുവന്റെ വിളിയാണ് യേശുവിനോടൊത്തുള്ള ജീവിതം. ഇതെന്ന് അനേകർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അനേകർ ഇന്നും ഈ യഥാർത്ഥ ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ വിസമ്മതിക്കുന്നതും. പലരും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്കൊക്കെ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നോടൊന്നും താല്പര്യമില്ല, എന്നാ പള്ളിയിൽ പോകണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കണം, ഇതൊന്നും അതൊക്കെ വലിയ ബോറാണെന്നാണ് പറയുന്നത്. അത്ര കണ്ട് സുഖമുള്ള കാര്യമല്ലെന്നാണ് പറയുന്നത്. യേശുവിനോടൊത്തുള്ള ജീവിതമാണ് യഥാർത്ഥ ആഘോഷത്തിന്റെ ജീവിതം. അതാണ് ഈശോ പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർ എന്തിനു ഉപവസിക്കണം? ആഘോഷിക്കേണ്ട സമയമല്ലേ. ഇനി യേശു എടുക്കപ്പെടുന്ന സമയം, തൻ്റെ മരണത്തെക്കുറിച്ച് ഈശോ മുൻകൂട്ടി പ്രതിപാദിക്കുന്നത്, താൻ എടുക്കപ്പെടുന്ന ഒരു സമയം വരുമ്പോൾ, താൻ കൂടെയില്ലാത്തൊരു സമയം വരുമ്പോൾ അവർ ഉപവസിച്ചോളും എന്ന് കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നതിന് എന്നിട്ട് രണ്ട് ഉപമകൾ കൂടി കർത്താവ് പറഞ്ഞു, പുതിയ തുണിക്കഷ്ണം പഴയതിൽ തുന്നി പിടിപ്പിക്കാറില്ല, അത് നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിലല്ല, പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്, അതല്ലെങ്കിൽ തോൽക്കുടങ്ങൾ തകർത്ത് കളയും. അതായത് സുവിശേഷമാകുന്ന പുതിയ വീഞ്ഞ്, ക്രിസ്തുവിന്റെ കാൽവരിയിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തിന്റെ പുതുവീഞ്ഞ് നമ്മുടെ പഴയ തോൽക്കുടങ്ങളിലല്ല ഒഴിക്കേണ്ടത്, നമ്മുടെ തോൽക്കുടങ്ങളെ പുതുക്കി പണിയേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ അവസാനം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ സ്വഭാവത്തെ വരച്ച് കാണിക്കൊണ്ട് ഈശോ പറയുകയാണ്, പഴയ വീഞ്ഞ് കുടിച്ചവൻ എപ്പോഴും പറയും പഴയതാ നല്ലതെന്ന്. എന്ന് പറഞ്ഞാൽ പുതിയതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുകയല്ല. മാറ്റത്തിന് വിധേയരാകാത്ത ഒരു ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയ നിയമ പശ്ചാത്തലത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നും പുതുവീഞ്ഞാകുന്ന സുവിശേഷത്തിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ, ക്രിസ്തു സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ, കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട ഈ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ സുവിശേഷം കൊണ്ട് നിറയപ്പെടാനാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഫരിസേയർക്ക് നിയമജ്ഞർക്ക് സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ പഴയ വീഞ്ഞ് കുടിച്ചത് പുതുവീഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറല്ല, പഴയതല്ലേ നല്ലതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ യേശു വരുമ്പോൾ യഥാർത്ഥ മാറ്റം സംഭവിക്കും. ആ മാറ്റത്തിന് നമ്മൾ വിധേയരാകുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ആത്യന്തികമായ വിളി. നിരന്തരമായി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മാറ്റം സംഭവിക്കാൻ, യഥാർത്ഥ സ്നേഹത്തിലേക്ക് പരിണമിപ്പിക്കപ്പെടാനുള്ള
ഒരു വിളിയും ഒരു ദൗത്യവും ഒരു ക്രിസ്തു ശിഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം യേശുവിനോടുള്ള ബന്ധത്തിൽ, യേശുവിനോടുള്ള സമ്പർക്കത്തിൽ, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.